ഹലോ, കുറച്ച് ദിവസമായി മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ ഒന്ന്. അത്ര വലിയ മേക്ക് ഓവർ ഒന്നുമല്ല, ഒരു കുട്ടി റീ അറേഞ്ച്മെന്റ്. ടേബിൾ ഒന്ന് പൊസിഷൻ മാറ്റുക, അതുപോലെ തന്നെ ടേബിളിന്റെ മേളിലുള്ള അറേഞ്ച്മെന്റ്സും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. മേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിനകത്തെല്ലാം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ മേക്ക് ഓവർ ചെയ്യണം. നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ടേബിൾ ലാമ്പിൽ പരിപാടി ഒതുക്കി. എല്ലാ വീഡിയോസിലും ഇതുപോലെ അവരെ വൈറ്റ് ടേബിളും ഇതുപോലത്തെ ഒരു ലാമ്പ് ഇരിക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആമസോണിൽ അത് നോക്കിയപ്പോഴേ അവിടെ കിടക്കണം. അങ്ങനെ സംഗതി ബുക്ക് ചെയ്തു. ഇന്നലെയാണ് വന്നത്. അപ്പോൾ അത് വന്നിട്ട് മേക്ക് ഓവറൊക്കെ ചെയ്യാലോ എന്ന് ഓർത്തിരുന്നപ്പോൾ സംഗതി വരാൻ വൈകി. അതുകൊണ്ട് മേക്ക് ഓവറും വൈകി. ബാക്കിയുള്ള ഓർഗനൈസേഴ്സും കാര്യങ്ങളെല്ലാം ഓൾറെഡി കയ്യിലുണ്ടായിരുന്നതാണ്. ഈ വൈറ്റ് വൺ മീഷോന്ന് പണ്ടെപ്പോഴോ മേടിച്ചതാണ്. 200 സംതിങ് എന്തോ ആയിരുന്നു. ഈ മേക്കപ്പ് ഓർഗനൈസറാണ്. ഞാൻ പിന്നെ പെൻസും കാര്യങ്ങളെല്ലാം ഒറ്റൊരു ഓർഗനൈസറിൽ ഒതുക്കി വെക്കാലോ എന്ന് ഓർത്തിട്ട് അന്ന് ഇത് മേടിച്ചതാണ്. ഇതിനാവുമ്പോൾ 2 ഷെൽഫൊക്കെ ഉണ്ട്. നമുക്ക് ഈ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് നല്ല വൃത്തിയിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു ഉപ്പിറിഞ്ഞ എന്തോ ഭരണിയാണ്. ഈ വുഡൻ ക്ലിപ്സ് ആണ് അതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. ഈ സംഗതി മേടിച്ചു വെക്കലോ അത്രേ ഉള്ളൂ. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയിടും കാണില്ല. അപ്പോൾ കൺമുമ്പിൽ തന്നെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അതും ഇതുപോലെ ഒരു ജാറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്. ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് കത്തിച്ച് ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് മേടിച്ചു വെച്ചതാണ്. സംഗതി ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വഴി ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു സാധനം, പിന്നെ ഒരു കട്ടിംഗ് മാറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു ബ്രൗൺ കട്ടിംഗ് മാറ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഗ്രീനായി. പിന്നെ അത് മാറ്റാനും നിന്നില്ല. അത് ഇച്ചിരി കൂടി വലിയ സൈസാണ്, A3 സൈസാണ്. പിന്നെ ആ നേരത്തെ കാണിച്ചത് ഒരു സെൻറ്റഡ് ക്യാൻഡിലാണ്. അതൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ്. ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ മേടിച്ചാണ്. അതും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു കലണ്ടറും വെക്കുന്നുണ്ട്. കലണ്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിൻട്രസ്റ്റിനകത്തുനിന്ന് ഇതുപോലെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈസിയിൽ സെപ്പറേറ്റ് മേടിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ടേബിളിൻ്റെ ഒരു കോർണറിലായിട്ട് ഇതുപോലെ TV വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ കാണുന്നത് ആകെ മൊത്തം വൃത്തികേടാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാന്ററോ അങ്ങനെ എന്തെങ്കിലും തൂക്കിയിടാമെന്ന് വിചാരിച്ച് ഇതും മീഷോന്ന് നേരത്തെ മേടിച്ചു വെച്ചതാണ്. 2 100 സംതിങ് രൂപക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് അതിന്മേൽ ഒരു പ്ലാന്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു റെയിൻബോർഡ് ഇതും പണ്ടെപ്പോഴും ഉണ്ടാക്കിയതാണ്. അതും അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ ടോപ്പിൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ഇതുപോലെ റാക്ക് ഉണ്ട്. പിന്നെ ഈ ടേബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതും ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ആ ടേബിളിൻ്റെ അടിയിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വേണ്ടാത്ത സാധനങ്ങളും ബുക്സും കാര്യങ്ങളും അതൊക്കെയാണ് അടിയിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മേക്ക് ഓവർ ആണല്ലേ, അപ്പോൾ അതും ഒന്ന് എടുത്തിട്ട് പൊടിയൊക്കെ തട്ടി അതുപോലെ തന്നെ തിരിച്ചു വെക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കേഴ്സ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് സ്റ്റിക്കേഴ്സ് ഇതുപോലെ ക്യാൻവലിട്ട് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതും ഒരു പോട്ടിനകത്താക്കിയിട്ട് ആ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് ഒട്ടിച്ചാൽ മതിയല്ലോ, കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കർ ഇതുപോലെ ഈസി ആയിട്ട് അഫോർഡബിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴത്ത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടാത്ത സാധനങ്ങളും പെയിൻറ്റ് അതുപോലെ തന്നെ ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴെ തന്നെ എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അടിയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അലമ്പായിക്ക് എടുക്കുകയില്ല. പിന്നെ ആ ഒരു ബാസ്ക്കറ്റിനകത്ത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ടേപ്പും ഗ്ലൂഗണ്ണും ക്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ഫയൽ വെക്കുന്നുണ്ട്. ആ ഫയലിനകത്ത് ഇതുപോലെ ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ച കുറച്ച് പേപ്പേഴ്സും A4 ഷീറ്റും കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. പിന്നെ ബ്രഷും കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്നും വേണ്ടല്ലോ അത്. അപ്പോൾ അതും നമ്മളിതുപോലെ താഴെയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അത് ആ വോളിൻ്റെ അവിടെയായിട്ട് മേളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു ഫ്രെയിം ഉണ്ട്. അത് A4 ഫ്രെയിമാണെന്ന് തോന്നുന്നുണ്ട്. ആ ഫ്രെയിം അത് ഓൾറെഡി ആകെ പൊട്ടിയിരിക്കുകയാണ്, അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പണ്ടെങ്ങനെ എന്തോ ആവശ്യത്തിന് കളയാണ്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ വിഷൻ ബോർഡ് അതിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലും നമ്മൾ ഈ സ്റ്റാറി നൈറ്റ് തീമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ പോളറോയിഡ്സ് ഇതുപോലെ വുഡൻ ക്ലിപ്സ് വെച്ചിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാമെന്നും അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ എന്താണോ ആവണേന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് പഴയ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ തന്നെ ആകെ മൊത്തം ഒരു വിലക്കുറവൊക്കെ കാണുന്നുണ്ട്. പിന്നെ സാരമില്ല, നമുക്കിത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ന്യൂ ഇയർ ഒക്കെ തുടങ്ങുമ്പോഴൊക്കെയാണ്. എന്തായാലും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിപ്പോൾ പകുതിയൊക്കെ ആയി. സാരമില്ല, നമുക്കിപ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ വിഷൻ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡൊക്കെ ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിങ്ങനെ ആദ്യം തന്നെ ട്രയൽ പോലെ ഒന്ന് വെച്ച് നോക്കണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ പിന്നെ ഗമ്മ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എവിടേക്ക് ഒട്ടിക്കണം എന്നൊന്ന് നോക്കിയിട്ട് പിന്നീട് ഗമ്മ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇതുപോലെ എല്ലാ സ്ഥലത്തും തിങ്ങി നിൽക്കുന്ന രൂപത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഫൈനലി നമ്മുടെ വിഷൻ ബോർഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ് എടുത്ത പിക്ചേഴ്സൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പോളറോയിഡ്സ് ഹാങ് ചെയ്യുക. നമ്മുടെ വിഷൻ ബോർഡ് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പഴയ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതിന് ഗ്ലാസ്സും ഇല്ല, ഗ്ലാസ്സും അതിൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഗ്ലാസ് ഇല്ലാത്ത തന്നെയാണ് നല്ലത്. കാരണം നമുക്കിനി എന്തെങ്കിലും പിക്ചേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഫ്രെയിമിൽ തന്നെ വെച്ചാൽ മതിയല്ലോ. ഇത് ഊരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫ്രെയിം എന്തായാലും വിചാരിച്ച പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ലോക്കൊക്കെ ചെയ്ത് നമുക്കിതൊന്ന് വോളിൽ ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വോളിലായിട്ട് ഹാങ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനെ ആണിയടിക്കണമെന്ന് തന്നെ നേരത്തെ ആണിയടിച്ച സ്ഥലത്ത് തന്നെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പക്കാ വിഷൻ ബോർഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ തീം അനുസരിച്ചും കൂടി വിഷൻ ബോർഡിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഡ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഡ്രീംസും കാര്യങ്ങളുടെ ഫോട്ടോസും അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രെയിമിൻ്റെ ഇടയിൽ പോളറോയിഡ്സ് ഹാങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ സൈസിലാണ് പോളറോയിഡ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അതൊരു ചരട് എടുക്കുക, അതിനകത്തേക്ക് വുഡൻ ക്ലിപ്സ് വെച്ചിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം എടുത്ത ചരട് കുറച്ച് ചെറുതായിപ്പോയി. എന്നിട്ട് പിന്നെയും മുറിച്ച് ഫോട്ടോസൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോളറോയിഡ്സിന് വേണ്ടിയിട്ട് എടുത്ത തീമും സ്റ്റാറി നൈറ്റ് തീമും കുറച്ച് ബീച്ച് തീംസും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പോളറോയിഡ്സ് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നത് സാധാ പോളറോയിഡ്സിനേക്കാളും കുറച്ച് സൈസ് കുറച്ചിട്ടാണ്. കാരണം നമ്മുടെ ഫ്രെയിം ഓൾറെഡി A4 ആണ്. അപ്പോൾ വലിയ പോളറോയിഡ്സ് ആകുമ്പോൾ കാണാനും അത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ പോളറോയിഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചരടിനകത്ത് വുഡൻ ക്ലിപ്സ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുണ്ടാക്കിയ പോളറോയിഡ്സ് ഹാങ്ങിങ് ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് കുറച്ച് കൂടിപ്പോയി. നമ്മൾ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കറക്റ്റ് ലെങ്ത്തിന് കിട്ടണം. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് ലെങ്ത് ചെയ്തുകൊണ്ട് തന്നെ 1-2 ഫോട്ടോസ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയാണ് ഇതുപോലെ ആ ഫ്രെയിമിൻ്റെ അടിയിൽ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ സ്ക്രൂ ചെയ്ത പോർഷനിൽ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഗതി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ നേരെ കാണുന്ന വോളിൽ വെക്കാനായിരുന്നു പ്ലാൻ. പിന്നെ ഇനി അവിടെ സ്ക്രൂ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ വിചാരിച്ച് ഓൾറെഡി ഉള്ള സ്ഥലത്ത് തന്നെ വെക്കാമല്ലോ. അത് സൈഡ് ബോളിൽ എന്നാൽ പിന്നെ ആ ഒരു ആണി തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ആ ഒരു പോർഷനിൽ നമ്മൾ കൊളുത്തി വെച്ച ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം അതിൻ്റെ അടിയിലായിട്ട് വെച്ച് നോക്കുന്നത്. എന്തായാലും സംഗതി കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടേബിൾ മേക്ക് ഓവർ ഫൈനലായിട്ട് വന്നു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ കുറച്ച് മിനിമൽ ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്കിലേക്കൊക്കെ ടേബിൾ മേക്ക് ഓവർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റും ബോറടിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കും. പിന്നെ ഈ ഒരു വിഷൻ ബോർഡ് ചിലപ്പോൾ ആ ഒരു വോളിലേക്ക് തന്നെ വെക്കാനും പ്ലാൻ ഉണ്ട്. ഇപ്പം എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ, പിന്നീട് നമുക്ക് മാറ്റണോ വേണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കാം. എന്തായാലും നമ്മുടെ ടേബിൾ മേക്ക് ഓവർ ഒരു ഫൈനൽ ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, നമുക്കൊരു ഫ്രഷ് ലുക്കും കിട്ടിയിട്ടുണ്ട്.